ഇതറിയാൻ പാടാണ്ട് പോർക്ക് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മണ്ടത്തരാട്ടം കാണിക്കണേ. എന്ന് വെച്ചാൽ ചില ദിവസം പോർക്ക് മേടിക്കുമ്പോൾ അടിപൊളിയായിരിക്കും, ചില ദിവസം മേടിക്കുമ്പോൾ ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒന്നും ഉണ്ടാവില്ല അല്ലേ. എന്റെ ജോസേട്ടാ ഇവർക്ക് ഇത് ഇതുവരെ അറിയില്ലാന്ന്. ഇനി ഇതിന്റെ വല്ല ശാസ്ത്രീയ വശങ്ങളൊക്കെ വേണമെങ്കിൽ ഭൂമ്പാങ്കിലും നവീൻചേട്ടനൊക്കെ പറഞ്ഞുതരും. പക്ഷെ നമ്മൾ അങ്കമാലിക്കാര് ഇതിന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. പോർക്ക് എന്ന് പറയണത് കണ്ടനും കാളിയുണ്ട്. ആൺ പോർക്കിനെ കണ്ടൻ എന്ന് പറയും, പെൺ പോർക്കിനെ കാളി എന്ന് പറയും. അപ്പൊ ഞാൻ ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടാ. ജോസേട്ടാ പറഞ്ഞു കൊടുത്തേ. ഇത് കാളിപ്പന്നിയുടെ സോഫ്റ്റായ ഇറച്ചി നിങ്ങൾ പിടിച്ചു നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും തൊലി. അതേപോലെ കണ്ടന്റെ തൊലിക്ക് കട്ടി ഉണ്ടാവും, ഇതിന്റെ തൊലിക്ക് കട്ടി ഉണ്ടാവും. മനസ്സിലായോ? നെയ്യുള്ളായിരിക്കും, കാളിക്ക് നെയ്വുള്ളായിരിക്കും, പക്ഷെ ഇറച്ചി സോഫ്റ്റ് ആയിരിക്കും. കണ്ടന്റെ ഇറച്ചി നല്ല ഇറച്ചിയായിരിക്കും, പക്ഷെ അല്പം മണം ഉണ്ടാവും. എന്നെ വ്യത്യാസം. ഇത് പാറപ്പുറം വരിയിലിരിക്കണമെന്ന് നോക്കിയാൽ വകതിക്ക് അടിയാക്കൂല. ഞാനെക്കുറ്റി ഗ്യാസ് എണ്ണത് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ചൊകാന്നിരിക്കും ഈ കനുണ്ടാവുള്ള തൊലി കണ്ടന്റെ. അപ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് ഇറച്ചി ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പയ്യൻ മൂക്കത്തേക്ക് ഉണ്ടായാൽ മതി, മണം ഉണ്ടാവും. ഇനി പോർക്ക് മേടിക്കാൻ പോകുമ്പോൾ അബദ്ധം പറ്റൂലല്ലോ. അപ്പൊ ഇനിയിപ്പോ പോർക്ക് മേടിക്കാൻ പോയി നല്ല പോർക്കൊക്കെ മേടിച്ച് ലേശം കൂർക്കയോ കപ്പയോ കായോ അങ്ങനെയൊക്കെയാണ് വെച്ച് ഉഷാറായിട്ട് പരിപാടിയിൽ പോട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോട്ടോ.